വിജയ ഹോസ്പിറ്റല് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു കൊള്ള സങ്കേതം എന്ന് തന്നെ പറയാം. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റലിൽ രോഗിയായി കടന്നു വന്ന കൊട്ടാരക്കര സ്വദേശി മാത്യു ജോൺ ഉണ്ടായ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ മകൻ നമ്മളോട് സംസാരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മകനിൽ നിന്ന് കാര്യങ്ങൾ തിരക്കിയതിന് ശേഷം നമ്മൾ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എന്താ ചേട്ടാ ഇവിടെ സംഭവിച്ചത്? നമ്മൾ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാസം 5-ാം തീയതി എൻ്റെ അച്ഛന് വയറ്റ് സംബന്ധമായ, അതായത് മോഷൻ പോയില്ല എന്നും പറഞ്ഞ് ഇനിമ വെക്കാൻ നമ്മൾ ഇവിടെ കൊണ്ടുവന്നതാണ്. ഇവിടെ കൊണ്ടുവന്ന് ഇവരത് ഇനിമ വെക്കുകയും ഇനിമ വെച്ച് നമ്മൾ പോകാനായിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകാനായിട്ട് ഇരുന്നപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ഇതുപോലെ നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ട് പോകാം എന്ന് പറഞ്ഞ മുഖാന്തരം ക്രിയാറ്റിൻ കൂടിയെന്നും കൗണ്ട് കുറഞ്ഞെന്നും അതെനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ബ്ലഡ് ടെസ്റ്റ് നടത്തിയതിനു ശേഷമാണോ ഈ ക്രിയാറ്റിൻ്റെ അളവ് കൂടിയെന്ന് പറയുന്നത്? അത് മുഖാന്തരം ഇവർ പറഞ്ഞു നമ്മളിവിടെ എൻ്റെ അച്ഛനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് അനുവാദം ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി, എൻ്റെ അച്ഛൻ്റെ അസുഖമാണ് എനിക്ക് മാറേണ്ടത്, ശരി ഓക്കെ നിങ്ങളിത് ചെയ്യൂന്ന് ഞാൻ പറഞ്ഞു. ചെയ്തു. ഡോക്ടറെ അടുത്ത് പറഞ്ഞ സമ്മതത്തിൽ നമ്മളിവിടെ ചെയ്തു. ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിയെ ഇന്നോലും ഇങ്ങനെ കൂടുതലാണെന്നും അഡ്മിറ്റായി. അല്ല അഡ്മിറ്റായി. അന്നേരം അവർ പറഞ്ഞു, നമ്മുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് ഇത് ICUലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. അതെനിക്കറിയില്ല സാർ. ഞാൻ അന്നേരം ICUലേക്ക് മാറ്റണമെന്ന് ഞങ്ങളുടെ അടുത്ത് അനുവാദം ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഓക്കെ, നമ്മുടെ അച്ഛനാണല്ലോ, നമുക്ക് രോഗമാണല്ലോ മാറേണ്ടത്, ഓക്കെ നിങ്ങൾ ക്രിയാറ്റിൻ ഇത് മാറ്റാൻ വേണ്ടി ICUയിൽ കയറ്റിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവർ പറഞ്ഞു ലിവറിനും കിഡ്നിക്കും പഴുപ്പുണ്ടെന്നും യൂറിനും പഴുപ്പുണ്ടെന്നും ഇവർ നമ്മുടെ അടുത്ത് പറഞ്ഞു. അന്നേരം നമ്മൾ ഇതിനെപ്പറ്റി സമീപിച്ചു, ഡോക്ടർ ഇതെനിക്ക് ചെയ്യും. ഞാൻ പറഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല, ഇവിടെ തന്നെ ഇത് ചികിത്സ ഉണ്ടെന്നും ഈ ചികിത്സയ്ക്ക് നമുക്കിവിടെ സംവിധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു. ഒന്നാം ദിവസം 24 മണിക്കൂർ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ വാർഡിലേക്ക് മാറ്റി, റൂമിലേക്ക് മാറ്റി. ഒരു റൂം എടുത്ത് ഞങ്ങൾ 200 റൂമെന്ന് ഏതോ 211 റൂമിലെ B ബ്ലോക്കിലേക്കാണ് മാറ്റിയത്. 212 റൂമിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് ഇവർ ഉടനെ തന്നെ പിറ്റേന്ന് രാവിലെ ഇവർ പറഞ്ഞ് ക്രിട്ടിക്കലാണെന്നും പറഞ്ഞ് തിരിച്ചിവർ ICUലേക്ക് കയറ്റി. ഒരു 3-ാം നാളായപ്പോഴത്തേ അച്ഛനെ അവർ ഓക്സിജന്റെ സഹായത്തോടു കൂടിയാണ് പുള്ളി കിടക്കുന്നത്. അങ്ങനെ 3-ാം നാളും കഴിഞ്ഞ് 3-ാം നാൾ ഞങ്ങളോട് പറഞ്ഞു യൂറോ ഡോക്ടറെ പോയി കാണണമെന്ന് പറഞ്ഞു. യൂറോ ഡോക്ടറെ പോയി കണ്ട, പ്രേം ഡോക്ടറെ പോയി കണ്ടപ്പോൾ അശോ ഡോക്ടർ പറഞ്ഞു യൂറോ ഡോക്ടറെ പോയി കാണണം. അങ്ങനെ കാണാൻ പോയപ്പോൾ പുള്ളി ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുടെ പുള്ളിയുടെ OPയിൽ പോയി സംസാരിച്ചപ്പം പുള്ളി പറഞ്ഞു ഇവിടെ രണ്ടിടത്തും പഴുപ്പുണ്ട്, പുള്ളി ഇങ്ങനെ ചെയ്യണം, അത് നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്ത് മാറ്റാം. ആൻറ്റിബയോട്ടിക് കൊടുക്കണമെങ്കിൽ കൂടിയ ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ പറ്റൂ, 2500 രൂപ മുകളിലുള്ള ആൻറ്റിബയോട്ടിക്കേ കൊടുക്കാൻ പറ്റൂ. നമ്മൾ പറഞ്ഞു ഓക്കെ, എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, ചികിത്സിക്കുന്നത് ഞങ്ങൾ ഇവിടുത്തെ സ്ഥിരം പേഷ്യൻറ്റുകളാണ്. നമ്മൾ പല കാര്യങ്ങൾക്കും ഇവിടെ തന്നെയാണ് വിജയ ഹോസ്പിറ്റലിനെയാണ് സമീപിക്കുന്നത്. ഇതിന് മുമ്പത്തെ അച്ഛന് എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു 6 മാസം മുമ്പ് ഒക്ടോബർ മാസം 11-ാം തീയതി അച്ഛൻ വീടിന്റെ മണ്ടയിൽ നിന്ന് വീണ് 10 വാരിയല് പൊട്ടിയെന്നാണ് ഇവർ പറയുന്നത്, നമുക്കറിയില്ല. അന്ന് ശിവപ്രസാദ് ഡോക്ടറാണ് നോക്കുന്നത്. പുള്ളി നോക്കി കാര്യം കറക്റ്റ് ചെയ്ത് ഞങ്ങളുടെ അച്ഛൻ 1 മാസം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നടക്കുകയും ചെയ്തു. അതിനെപ്പറ്റി എനിക്കറിയില്ല, അന്ന് ചെയ്തു കാണുമായിരിക്കും, അന്ന് നോക്കി കാണുമായിരിക്കും, അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല നമ്മളോട്. ഇതും കഴിഞ്ഞിട്ട് നമ്മളിവിടെ 3-ാം ദിവസം ഡോക്ടർ പറഞ്ഞ മുഖാന്തരം നമ്മളിവിടെ ചികിത്സയ്ക്ക് ചെയ്തു. 4-ാം ദിവസം ഞാൻ ഡോക്ടറിന് അങ്ങോട്ട് ചോദിക്കുവാണ്, ഡോക്ടർ എൻ്റെ പപ്പയ്ക്ക് സുഖമില്ല, കൂടുതലാണെങ്കിൽ നമുക്ക് കൊട്ടിയത്തോ നമുക്ക് കൊണ്ടുപോകാം, കൊട്ടിയത്ത് ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഒന്നും അനങ്ങാതെ പോയി. എന്നാൽ കൊണ്ടുപോകണമെന്നോ വേണ്ടെന്നോ ഒന്നും പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ചികിത്സിക്കാം. 5-ാം ദിവസം എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ വരികയും കാണുകയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ അച്ഛൻ്റെ അനിയൻ വരികയും കണ്ടപ്പം പറഞ്ഞു ഇത് ക്രിട്ടിക്കലാണ്. അന്നേരം ഞാൻ സമീപിച്ചു ഡോക്ടറെ, നമുക്ക് കിംസിലോട്ടോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുപോകാം, ഞങ്ങൾ അങ്ങോട്ടാണ് ചോദിക്കുന്നത്, കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഒന്നും മിണ്ടിയില്ല. 6-ാം ദിവസം രാവിലെ പ്രേം ഡോക്ടറും അശോക് ഡോക്ടറും കൂടെ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് രാവിലെ വന്നിട്ട് പറയുന്നത് ഈ രോഗിയെ നിങ്ങൾ കൊണ്ടുപോകണം, 69 വയസ്സേ ഉള്ളു, ഈ രോഗിയെ നിങ്ങൾ കൊണ്ടുപോയാൽ രക്ഷപ്പെടും. ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയാൽ രക്ഷപ്പെടുമോ? ചേട്ടൻ ഈ രോഗിയെ ഓട്ടം വിളിക്കുമ്പോഴത്തേന് ആ രോഗി നടന്നു കയറാൻ പറ്റുന്ന സംസാരിക്കുകയൊക്കെ ചെയ്യും, വേറെ കുഴപ്പങ്ങളൊന്നും നോർമലായി പോകുന്ന ഒരു മനുഷ്യൻ തന്നെ. ചേട്ടൻ കണ്ടായിരുന്നു? എന്റെ വണ്ടിയിലെല്ലാം കൊണ്ടുവന്നല്ലേ? എവിടുന്ന ഓട്ടം വിളിച്ചത്? അവിടെ ഓക്സിജന്റെ ഞാൻ അവിടെ കിടന്നതാ. അവിടെ ആ സ്റ്റാൻഡ് ഓടുന്നല്ലേ? അല്ല, ഞാൻ അവിടെ കിടന്നതാ. കിടന്നപ്പോൾ വിളിച്ചു നമ്മൾ സ്ഥിരം അവിടെ നിൽക്കുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്നുണ്ട്.
ഈ പുള്ളി എവിടുത്തെ തന്നെ ഏത് ദേശം കൊട്ടാരക്കര അപ്പുറത്തുള്ള അപ്പുറത്തുള്ളതാണ്. അപ്പോൾ അച്ഛനെ കൊണ്ട് വിളിച്ച് വിളിച്ച് വളരെ അവിടെ കൊണ്ടിറക്കി വിടില്ല, സീരിയസ് ആയിരിക്കുകയാണ് എന്നാണ് പുള്ളി പറഞ്ഞത്. വിജയ ഹോസ്പിറ്റലിൽ നടന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹ്യൂമൻ റൈറ്റ്സിന്റെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന രാജൻകുട്ടി നമ്മളോട് പ്രതികരിക്കുന്നതായിരിക്കും. എന്തുവാ ചേട്ടാ ഈ വിജയ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട്? വിജയ ഹോസ്പിറ്റല് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു കൊള്ള സങ്കേതം എന്ന് തന്നെ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഏത് രോഗിയെ അഡ്മിറ്റ് ചെയ്യുക, ഒരാഴ്ചയോളം അഡ്മിറ്റ് ചെയ്യുക, അവരുടെ കാശ് പിഴിയുക, ഇതാണ് അവരുടെ സ്ഥിരം പരിപാടി. അതായത് വന്ദന എന്ന ഡോക്ടർ, ഗവൺമെൻറ് ഡോക്ടറെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഒക്കത്തില്ലെങ്കിൽ ആ നിമിഷം തന്നെ ആ ഡോക്ടറെ റിലീസ് ചെയ്തായിരുന്നെങ്കിൽ കിംസ് ഹോസ്പിറ്റലോ മെഡിക്കൽ കോളേജോ ഉണ്ട്, അവിടെ കൊണ്ടുപോയി ആ കുട്ടി രക്ഷപ്പെട്ടേനെ. മരണത്തിലേക്ക് വലിച്ചഴിച്ച് വിട്ടത് ഏറ്റവും കൂടുതൽ രോഗിയെ വെച്ച് താമസിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്ന പരിപാടി. അതുപോലെ തന്നെ കുന്നിക്കോട് ഒരു ആയുർവേദ ഡോക്ടർ മോഹനപിള്ള എന്ന് പറഞ്ഞ് അയാളുടെ കുടൽ ഓപ്പറേറ്റ് ചെയ്ത് അതേ രീതിയിലാണെങ്കിൽ അവിടെ മരണത്തോട് മല്ലടിപ്പിച്ച് ആ അവസ്ഥയിലാക്കിയിരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് തന്നെ മാത്യു ജോൺ എന്ന് പറഞ്ഞ ആളിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു, കാശ് പിഴിഞ്ഞു. അവിടെ ഒരു രോഗമില്ലാത്ത ആളിനെ രോഗിയായിട്ട് കിംസിലേക്ക് പറഞ്ഞു വിടുകയാണ്, മരണത്തോട് മല്ലടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. ഇതിനെതിരെ ജനം പ്രതികരിക്കണം. അത് ഹ്യൂമൻ റൈറ്റ്സ്, അതായത് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണം. കാരണം ഇവിടുത്തെ വിജയ ഹോസ്പിറ്റലിൻ്റെ എല്ലാ ഇതും ഗവൺമെൻറ് അറിയുകയും അതുപോലെ തന്നെ ഇവിടുത്തെ പല ഉദ്യോഗസ്ഥന്മാരും അതിന് കൂട്ടുണ്ടതായിട്ടാണ് ജനം അറിയുന്നത്. ഇവരുടെ വരുമാനത്തെക്കുറിച്ച് അതായത് ഇവിടുത്തെ വിജയ ഹോസ്പിറ്റലിൽ മറ്റുള്ള ഹോസ്പിറ്റലുകളെ മൊത്തം താറടിച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാ സ്ഥാപനങ്ങളും അവർ വിലയ്ക്ക് വാങ്ങി അവരുടെ ആ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് കൂടി അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെടുന്നു എന്ന് മാത്രം ഈ അവസ്ഥയിൽ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ മാത്യു ജോണിൻ്റെ മകൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു, ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആളുകൾ പ്രതികരിച്ചു. അപ്പോൾ 6 ദിവസത്തോളം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിയ രോഗിക്ക് ട്രീറ്റ്മെൻറ്റ് സമ്മറി പോലും കൊടുക്കാതെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയും ഇപ്പം കിംസിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് വെന്റിലേറ്റർ കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ അനിയൻ അടുത്ത ദിവസം വരുമെന്നും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുമാണ് അദ്ദേഹം വാർത്ത 24 പറഞ്ഞത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിജയ ഹോസ്പിറ്റൽ അധികാരികളുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ PRO ചോദിച്ചും PRO സ്ഥലത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സെക്യൂരിറ്റി ഓഫീസറോട് ഞാൻ സംസാരിച്ചു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികരണം നടത്താമെന്ന് ഞങ്ങൾക്ക് യാതൊരുവിധമായ പ്രതികരണങ്ങളും ഈ വിഷയത്തിൽ ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഏതൊരാൾക്കും നീതിപൂർവമായ കാര്യങ്ങൾ ഉറപ്പുവരുത്തുവാൻ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും ആരോഗ്യവകുപ്പും ഇവിടുത്തെ ഹോസ്പിറ്റൽ അധികാരികൾ തയ്യാറാവണമെന്ന് മാത്രമാണ് വാർത്ത 24 എന്ന് പറയാനുള്ളത്. കൊട്ടാരയിൽ നിന്നും ക്യാമറാമാൻ ശങ്കറിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.